ഹലോ ഡിയേഴ്സ്, അസ്സലാമു അലൈക്കും. അപ്പോൾ എന്തൊക്കെയുണ്ട് വിശേഷങ്ങൾ? ഞാൻ ഇന്ന് വന്നിട്ടുള്ളത് റമദാൻ്റെ കുറച്ച് വിശേഷങ്ങളൊക്കെ ആയിട്ടാണ് കേട്ടോ. റമദാനായിട്ട് ഞാൻ അധികം വീഡിയോസ് ഒന്നും ഇടുന്നില്ല. പ്രത്യേകിച്ച് റെസിപ്പി വീഡിയോസും ഒന്നും ഇടുന്നില്ല കേട്ടോ. കാരണം വേറെ ഒന്നും കൊണ്ടല്ല, ഞാൻ റമദാനായിട്ട് കുക്കിങ്ങിൽ കോൺസെൻട്രേറ്റ് ചെയ്യാതെ കൂടുതൽ കോൺസെൻട്രേഷൻ പ്രെയറിന് കൊടുക്കാമെന്ന് വിചാരിച്ചിട്ടാണ് കേട്ടോ. റമദാനിൽ നമ്മൾ നോർമലി എല്ലാവരും ഉണ്ടാക്കുന്നൊരു സംഭവമാണല്ലേ തരിക്കഞ്ഞി. അപ്പോൾ ഞാനും ഇടയ്ക്ക് ഇതുപോലെ തരിക്കഞ്ഞി ഉണ്ടാക്കാറുണ്ട് കേട്ടോ. തരിക്കഞ്ഞി ഉണ്ടാക്കുന്നത് ഞാനെങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് വെച്ചാൽ, ഒരു പാനിൽ നെയ്യ് ഒഴിക്കും. നെയ്യ് നന്നായിട്ട് ചൂടായി വരുന്ന സമയത്ത് ഇതിലേക്ക് റവ ചേർത്ത് കൊടുക്കും. റവ ഒന്ന് ഫ്രൈ ചെയ്തെടുക്കണം. ഒരു റവ ഒന്ന് ജസ്റ്റ് കളർ മാറി ഒന്ന് വരണം കേട്ടോ. ഒന്ന് കളർ മാറി തുടങ്ങുന്ന സമയത്ത് ഇതിലേക്ക് തേങ്ങയുടെ രണ്ടാം പാല് ചേർത്ത് കൊടുക്കാം. ഇതിപ്പോൾ ഒരു 3 കപ്പ് രണ്ടാം പാല് ഞാൻ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് പഞ്ചസാര ചേർത്ത് കൊടുക്കും. പഞ്ചസാര ചേർത്ത് കൊടുത്ത് നന്നായിട്ട് തിളപ്പിച്ച് ഒന്ന് കുറുകി വരണം. ആ ഒരു കുറുകി വരുന്ന സമയത്ത് ഒരു നുള്ള് ഉപ്പ് കൂടി ചേർത്ത് കൊടുക്കും. പിന്നെ ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത് ഏലക്ക പൊടിച്ചതാണ്. നന്നായിട്ടൊന്ന് കുറുകി കിട്ടുന്ന ആ ഒരു സമയത്ത് വേണം ഇതിലേക്ക് ഏലക്ക പൊടിച്ചത് ചേർത്ത് കൊടുക്കാനായിട്ട്. ഇപ്പോൾ നന്നായിട്ട് കുറുകി വന്നിട്ടുണ്ട്. അപ്പോൾ ഏലക്ക പൊടിച്ചത് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. പിന്നെ ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത് തേങ്ങയുടെ ഒന്നാം പാലാണ്. 1.5 കപ്പ് ഒന്നാം പാലാണ് ചേർത്ത് കൊടുക്കുന്നത്. അപ്പോൾ ഫ്ലെയിം ഒന്ന് കുറച്ച് വെച്ചിട്ട് വേണം ഇത് ചേർത്ത് കൊടുക്കാൻ. എന്നിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് ചൂടാക്കി എടുത്ത് മാറ്റി വയ്ക്കാം. ഞാനിപ്പോൾ ഇതിൽ റവ യൂസ് ചെയ്തത് 4 ടേബിൾ സ്പൂൺ റവയാണ് കേട്ടോ ഉപയോഗിച്ചിട്ടുള്ളത്. ഏകദേശം ഒരു 5 കപ്പ് തരിക്കഞ്ഞി നമുക്ക് ഇതുകൊണ്ട് ഈ ഒരു അളവിൽ തയ്യാറാക്കി എടുക്കാൻ പറ്റും. അപ്പോൾ ഞാനിങ്ങനെയാണ് ഈ തരിക്കഞ്ഞി തയ്യാറാക്കാറുള്ളത്. എന്നിട്ട് ഇതിലേക്ക് നെയ്യിൽ കുറച്ച് കാഷ്യൂം അതുപോലെ തന്നെ കിസ്മിസും ചെറിയുള്ളിയും കൂടി ഒന്ന് മുരിയിച്ച് ഇതിലേക്ക് ചേർത്ത് കൊടുക്കും. ഇന്നിപ്പോൾ രാത്രിയിലത്തേക്ക് ഫുഡ് ഉണ്ടാക്കുന്നത് പാലപ്പവും അതുപോലെ തന്നെ മുട്ടക്കറിയാണ് കേട്ടോ. പാലപ്പത്തിന് ഞാൻ ഉച്ചയ്ക്ക് തന്നെ അരച്ച് വെച്ചിട്ടുണ്ട്. പച്ചരി സുബഹിക്ക് എഴുന്നേൽക്കുന്ന ആ ഒരു സമയത്ത് കുതിർത്താനിടും. എന്നിട്ട് ഉച്ചയാവുന്ന ഒരു സമയമുണ്ടല്ലോ, ഒരു 2 മണി 3 മണി ആ ഒരു ടൈമിൽ ഞാനിത് എന്ത് ചെയ്യുന്നത് വെച്ചാൽ മാവ് അരച്ച് വെക്കും. അപ്പോൾ നമുക്ക് രാത്രി ഇത് കഴിക്കുന്നതിന് തൊട്ട് മുമ്പായിട്ട് ചുട്ടെടുക്കാൻ പറ്റും കേട്ടോ. മാവ് നല്ല അടിപൊളിയായിട്ട് തന്നെ പൊങ്ങി കിട്ടും കേട്ടോ. പിന്നെ ഉണ്ടല്ലോ, മുട്ടക്കറി ഉണ്ടാക്കുന്നതിന് വേണ്ടി സവാള കറിവേപ്പില ചേർത്ത് ഒന്ന് വഴറ്റിയെടുക്കുക. ഇനി വഴന്ന് വരുന്ന സമയത്ത് ഇതിലേക്കൊരു ഇഞ്ചി വെളുത്തുള്ളി പിന്നെ അതുപോലെ പച്ചമുളക് എന്നിവ ക്രഷ് ചെയ്ത് ചേർത്ത് കൊടുക്കുക. അതൊന്ന് പച്ചമണം മാറി വരുന്നത് വരെ വഴറ്റിയെടുക്കുക. പിന്നെ ഇതിലേക്ക് മല്ലിപ്പൊടി, മഞ്ഞൾപ്പൊടി, മുളക് പൊടി, ഗരം മസാലപ്പൊടി എന്നിവ ചേർത്ത് കൊടുക്കാം. ഇനി തക്കാളി ചേർത്ത് കൊടുക്കാം. ആവശ്യത്തിന് ഉപ്പും ചേർത്ത് തക്കാളി ഒന്ന് കുക്കായി കിട്ടുന്നത് വരെ വഴറ്റിയെടുക്കാം. എന്നിട്ട് ഇതിലേക്ക് തേങ്ങയുടെ രണ്ടാം പാല് ചേർത്ത് കൊടുത്ത് നന്നായിട്ടൊന്ന് തിളപ്പിച്ച് പറ്റിച്ചെടുക്കണം. നന്നായിട്ടൊന്ന് പറ്റി വരുന്ന സമയത്ത് ഇതിലേക്ക് തേങ്ങയുടെ ഒന്നാം പാല് കൂടി ചേർത്ത് കൊടുക്കാം. എന്നിട്ട് ഫ്ലെയിം ഒന്ന് കുറച്ച് വെച്ച് ഇളക്കി യോജിപ്പിച്ച് ഒന്ന് ചെറുതായിട്ടൊന്ന് ചൂടാക്കി മാറ്റി വയ്ക്കാം. രണ്ടാം പാൽ ഒഴിച്ചാൽ തിളപ്പിക്കുന്ന സമയത്ത് തന്നെ നമുക്ക് മുട്ട പുഴുങ്ങിയത് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം കേട്ടോ. അപ്പോൾ ഞാനിത് 2 നേരത്തേക്ക് കണക്കാക്കിയാണ്, അത്താഴത്തിനും കൂടി കണക്കാക്കിയിട്ടാണ് ഈ ഒരു മുട്ടക്കറി തയ്യാറാക്കുന്നത്. അതുകൊണ്ട് ഞാൻ മുട്ട അതിലേക്ക് ചേർത്ത് കൊടുത്തിട്ടില്ല, മുട്ട പുഴുങ്ങി മാറ്റി വെച്ചിട്ടേ ഉള്ളൂ. അപ്പോൾ നമുക്ക് ഏത് സമയത്താണോ ഇത് ഉപയോഗിക്കുന്നത് ആ ഒരു സമയത്ത് മുട്ട പുഴുങ്ങി ചേർത്ത് ആവശ്യത്തിന് മാത്രം കറി എടുത്ത് ഉപയോഗിക്കാം. അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ് കേട്ടോ ഞാൻ മുട്ട അതിലേക്ക് പുഴുങ്ങിയത് ചേർത്ത് കൊടുക്കാതിരുന്നത്. അപ്പോൾ ഇന്ന് ഞാൻ ഉണ്ടാക്കുന്ന സ്നാക്ക് കൽമാസാണ്. അപ്പോൾ അതിന് വേണ്ടി സവാള ഒന്ന് വഴറ്റിയെടുക്കുന്നുണ്ട്. അതുപോലെ ചിക്കൻ ഉപ്പ്, മഞ്ഞൾ, മുളക് എന്നിവ ചേർത്ത് കുറച്ച് വെള്ളത്തിൽ ഒന്ന് വേവിച്ചെടുക്കുന്നുണ്ട് കേട്ടോ. ആ വെള്ളം നമുക്കൊന്ന് പറ്റിച്ചെടുക്കണം. എന്നിട്ട് വേണം ചൂടാറ്റിയ ശേഷം മിക്സിയുടെ ജാറിലിട്ട് ഇതുപോലെ ഒന്ന് ക്രഷ് ചെയ്തെടുക്കാൻ. സവാള വഴറ്റിയതിലേക്ക് ഇഞ്ചി, വെളുത്തുള്ളി, പച്ചമുളക് എന്നിവ ക്രഷ് ചെയ്ത് ചേർത്ത് നല്ല പച്ചമണമൊക്കെ ഒന്ന് മാറി വരുന്ന സമയത്ത് ഇതിലേക്ക് മഞ്ഞൾപ്പൊടി, ഗരം മസാലപ്പൊടി, അതുപോലെ കുരുമുളക് പൊടി, കുറച്ച് ഉപ്പ് എന്നിവ ചേർത്ത് കൊടുക്കാം. ഇതൊന്ന് വഴറ്റിയെടുത്ത ശേഷം ഇതിലേക്ക് നമ്മൾ ക്രഷ് ചെയ്ത് മാറ്റി വെച്ച ചിക്കൻ ഉണ്ടല്ലോ അതിലേക്ക് ചേർത്ത് കൊടുത്ത് മിക്സ് ചെയ്ത് മാറ്റി വയ്ക്കാം. അപ്പം മസാല നമുക്ക് റെഡിയാണ് കേട്ടോ. ഇനി ഇതിലേക്ക് കുറച്ച് മല്ലിയിലയും അതുപോലെ കറിവേപ്പിലയും കൂടി കട്ട് ചെയ്ത് ചേർത്ത് കൊടുത്താലും നല്ല ടേസ്റ്റാണ് ഒരു മസാല കേട്ടോ. ഇനി കൽമാസ് തയ്യാറാക്കുന്നതിന് വേണ്ടി നമുക്ക് പൊടി ഒന്ന് പത്തിരിക്ക് വാട്ടുന്നത് പോലെ ഒന്ന് വാട്ടിയെടുക്കണം. അപ്പോൾ അതിന് നോർമൽ അരിപ്പൊടി വറുത്തതാണ് കേട്ടോ ഉപയോഗിച്ചിട്ടുള്ളത്. അപ്പോൾ 2 കപ്പ് വെള്ളമാണ് ഉപയോഗിച്ചിട്ടുള്ളത്. 2 കപ്പ് വെള്ളത്തിലേക്ക് ഉപ്പ്
പിന്നെ ഒരു മിക്സിയുടെ ജാറിൽ കുറച്ച് തേങ്ങ, ചുവന്നുള്ളി, അതുപോലെ പെരിഞ്ചീരകം എന്നിവ ഒന്ന് ക്രഷ് ചെയ്തിട്ട് അതും കൂടി ചേർത്ത് കൊടുക്കാം. എന്നിട്ട് വെള്ളം നന്നായിട്ട് വെട്ടി തിളക്കുന്ന സമയത്ത് ഇതിലേക്ക് 1.5 കപ്പ് അരിപ്പൊടിയാണ് ചേർത്ത് കൊടുക്കുന്നത്. 1.5 കപ്പ് അരിപ്പൊടി ചേർത്ത് നന്നായിട്ടൊന്ന് ഇതുപോലെ പൊടി ഒന്ന് വാട്ടിയെടുക്കണം. പത്തിരിക്ക് നമ്മൾ പൊടി വാട്ടില്ലേ, ആ ഒരു പരുവത്തിൽ ഇതുപോലെ ഒന്ന് വാട്ടിയെടുക്കാം. എന്നിട്ട് ഇതുപോലെ നല്ല രീതിയിലൊന്ന് മിക്സ് ചെയ്തെടുക്കണം കേട്ടോ. സ്പാച്ചുല ഉപയോഗിച്ച് ഇതുപോലെ നല്ല രീതിയിൽ മിക്സ് ചെയ്തെടുക്കുകയാണെങ്കിൽ നമുക്ക് ആ പൊടി കൈകൊണ്ട് കുഴച്ചെടുക്കുന്ന സമയത്ത് ഭയങ്കര എളുപ്പമായിരിക്കും കേട്ടോ. ചെറിയ ക്വാണ്ടിറ്റി ഒക്കെ ഉണ്ടാക്കുന്ന സമയത്ത് പത്തിരിക്കാണെങ്കിലും ഇതുപോലെ നമുക്ക് ഈ ഒരു സ്പാച്ചില, സിലിക്കോണിൻ്റെ സ്പാച്ചിലല്ലേ, അത് വെച്ചിട്ട് നന്നായിട്ട് ഇതുപോലെ പ്രസ് ചെയ്ത് കുഴച്ചെടുക്കുകയാണെങ്കിൽ നമുക്ക് കൈകൊണ്ട് കുഴച്ചെടുക്കുമ്പോൾ ഭയങ്കര സിമ്പിളായിരിക്കും കേട്ടോ. ഇനി ചെറിയ ചൂടോടെ തന്നെ ഇത് കൈകൊണ്ട് കുഴച്ചെടുക്കണം. നല്ല രീതിയിലൊന്ന് കുഴച്ചെടുക്കണം കേട്ടോ. കയ്യിൽ നല്ല വെളിച്ചെണ്ണ തടവിയിട്ട് വേണം ഇതുപോലെ കുഴച്ചെടുക്കാനായിട്ട്. നല്ല മയം വരണം കേട്ടോ. പത്തിരിക്ക് നമ്മൾ പൊടി കുഴക്കുന്ന പോലെ തന്നെ ഇത് കുഴച്ചെടുക്കണം. പിന്നെ ഓരോ ഉരുളകളായിട്ട് എടുത്ത് അതൊന്ന് കയ്യിലിട്ട് പരത്തി അതിൻ്റെ നടുഭാഗം ഒന്ന് കുഴിച്ചെടുക്കുക. എന്നിട്ട് അതിലേക്ക് ഫില്ലിങ് വെച്ച് കൊടുക്കുക. ഫില്ലിങ് വെച്ച് കൊടുത്തിട്ട് അതൊന്ന് നമുക്ക് 2 സൈഡും ചേർത്ത് ഒന്ന് കവർ ചെയ്ത് കൊടുക്കുക ഫില്ലിങ്. എന്നിട്ട് കയ്യിലിട്ട് നന്നായിട്ടൊന്ന് പ്രസ് ചെയ്ത് ഉരുട്ടിയെടുക്കുക. അങ്ങനെയാണ് ചെയ്യുന്നത് കേട്ടോ. അപ്പോൾ ആ ഒരു കൽമാസിൻ്റെ ഷേപ്പ് ഉണ്ടല്ലോ, അത് കാണാൻ തന്നെ നല്ല ഭംഗിയാണ്. കൽമാസ്, മുന്നക്കായൊക്കെ ആ ഒരു ഷേപ്പിലിരിക്കുന്നത് കാണാൻ നല്ല ഭംഗിയാണ്. അപ്പോൾ അത് എങ്ങനെയാണ് ചെയ്യുന്നതെന്ന് വെച്ചാൽ നമ്മുടെ 2 കൈയിൻ്റെ ഇടയിലിട്ടിട്ട് ഇങ്ങനെ നന്നായിട്ട് പ്രസ് ചെയ്ത് ഉരുട്ടിയെടുക്കുകയാണെങ്കിൽ ഈ ഒരു കറക്റ്റ് ഷേപ്പിൽ നമുക്ക് കിട്ടും കേട്ടോ. പിന്നെ ഇതൊന്നുമില്ല, നമുക്ക് സ്റ്റീം ചെയ്തെടുത്താൽ മതി. ഒരു 15 മിനിറ്റ് സ്റ്റീമറിലിട്ട് ഒന്ന് സ്റ്റീം ചെയ്തെടുക്കുമ്പോഴേക്കും നമ്മുടെ കൽമാസ് റെഡിയാണ്. പിന്നെ ഇത് ഇങ്ങനെ കഴിക്കുന്നതിനേലും കുറച്ചുകൂടി അടിപൊളിയായിട്ട് കഴിക്കുന്നതെന്ന് വെച്ചാൽ കുറച്ച് വെള്ളത്തിൽ ഉപ്പും മുളകും മഞ്ഞളും കൂടി ഒന്ന് മിക്സ് ചെയ്തെടുത്തിട്ട് അതിലേക്ക് ഈ കൽമാസ് വേവിച്ചത് മുക്കിയിട്ട് ഒരു ഫ്രൈ പാനിൽ വളരെ കുറച്ച് എണ്ണ ഒഴിച്ച് അതിലേക്ക് ഇട്ട് ഒന്ന് തിരിച്ചും മറിച്ചും ഷാലോ ഫ്രൈ ചെയ്തെടുക്കുകയാണെങ്കിൽ കുറച്ചുകൂടി ടേസ്റ്റാണ് കേട്ടോ. അതായത് കുറച്ച് സ്പൈസി ആയിട്ട് കഴിക്കാൻ ഇഷ്ടമുള്ളവർക്ക് ആ ഒരു രീതിയിൽ കഴിക്കുകയാണെങ്കിൽ അടിപൊളിയായിരിക്കും കേട്ടോ. ഇതിപ്പോൾ ഞാൻ കുട്ടികൾക്ക് വേണ്ടി ഉണ്ടാക്കുന്നതുകൊണ്ട് തന്നെ ഞാനങ്ങനെ ഫ്രൈ ചെയ്തെടുക്കുന്നില്ല, സ്റ്റീം ചെയ്ത് മാത്രമേ എടുക്കുന്നുള്ളൂ കേട്ടോ. എൻ്റെ ഇളയ മോൾ ഇതിന് നാടൻ മോമോസ് എന്നാണ് കേട്ടോ പറയാറ്. മോമോസ് പോലെ ഇരിക്കുന്ന സ്നാക്ക് എന്നാണ് പറയുന്നത്. അപ്പോൾ ശരിക്കും അതുപോലെ തന്നെയാണ് കേട്ടോ, മോമോസ് പോലെയൊക്കെ തന്നെ ഒരു സ്നാക്ക്, നല്ല നാടൻ സ്നാക്കാണ്, നല്ല ടേസ്റ്റാണ് കേട്ടോ. അപ്പോൾ ഇതുവരെ ഇത് ട്രൈ ചെയ്തിട്ടില്ലെങ്കിൽ ഒന്ന് ട്രൈ ചെയ്ത് നോക്ക്. പിന്നെ ഹെൽത്ത് വൈസ് ഇത് അടിപൊളിയാണ്, കാരണം ഫ്രൈ ചെയ്യുന്നില്ലല്ലോ, സ്റ്റീം ചെയ്തെടുക്കുന്ന പലഹാരമായതുകൊണ്ട് തന്നെ ഇത് നല്ലതാണ്. നമുക്ക് ഇഫ്താറിനൊക്കെ ഇതുണ്ടാക്കിയാൽ നമുക്ക് കഴിച്ചാൽ അത്ര ക്ഷീണം തോന്നില്ല. ഫ്രൈഡ് ഐറ്റംസ് കഴിച്ചാൽ നമുക്ക് ഭയങ്കര ക്ഷീണമായിരിക്കില്ലേ, പക്ഷേ ഈ ഒരു സംഭവം കഴിക്കുകയാണെങ്കിൽ നമുക്കങ്ങനെ ക്ഷീണമൊന്നും തോന്നില്ല കേട്ടോ. അങ്ങനെ കൽമാസിൻ്റെ പണികളൊക്കെ അങ്ങനെ നടന്നുകൊണ്ടിരിക്കുന്നുണ്ട്. അതിനിടയിൽ തന്നെ ജ്യൂസ് തയ്യാറാക്കിയിട്ടുണ്ടായിരുന്നു, ഫ്രൂട്ട്സൊക്കെ കട്ട് ചെയ്തിട്ടുണ്ട്. അപ്പോൾ അതൊന്നും ഞാൻ വീഡിയോസ് എടുത്തിട്ടില്ല കേട്ടോ. ഇതിനൊന്നും ടൈമില്ല കേട്ടോ, ഒറ്റയ്ക്ക് ഇങ്ങനെ ഓടുന്നതുകൊണ്ട് ഇതൊന്നും വീഡിയോ എടുക്കാനുള്ള ടൈം എനിക്ക് കിട്ടുന്നില്ല. അപ്പം ഞാൻ പറ്റിയ പോലെയൊക്കെ അങ്ങ് വീഡിയോ എടുത്ത് ഒപ്പിക്കുന്നതാണ് കേട്ടോ സത്യം പറഞ്ഞാൽ. ഇപ്പോൾ സമയം ഏതാണ്ട് 5:45 കേട്ടോ. അപ്പം തന്നെ ഒരു ടൈമായി, ബാങ്ക് വിളിക്കാനുള്ള ഒരു ഒരുക്കത്തിലേക്ക് എത്തിയിട്ടുണ്ട്. അപ്പോൾ ഈ ഒരു ഇത് ഞാൻ തിരക്കിട്ട പണിയിലാണ് കേട്ടോ ലാസ്റ്റത്തെ ആ ഒരു സ്നാക്ക് ഉണ്ടാക്കുന്നത്. ശരിക്കും നോമ്പിന് ഈ പാലപ്പം പോലെയുള്ള ഫുഡൊക്കെ ആണെങ്കിൽ നമുക്ക് എളുപ്പത്തിൽ ഉണ്ടാക്കാൻ പറ്റും. സെറ്റ് ചെയ്ത് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ഈ തിരക്കിൻ്റെ ഇടയിൽ ഉണ്ടാക്കണ്ട. പത്തിരിയും മറ്റൊരു പരിപാടികളൊക്കെ ആണെങ്കിൽ നമുക്ക് രാത്രി ഉണ്ടാക്കാൻ ഭയങ്കര മടിയായിരിക്കും അല്ലേ, നോമ്പ് തുറന്നതിന് ശേഷം. പക്ഷേ ഇതുപോലെ പാലപ്പമൊക്കെ ആണെന്നുണ്ടെങ്കിൽ നമുക്ക് ആ ഒരു കഴിക്കുന്ന ടൈമിൽ ഉണ്ടാക്കിയെടുത്താൽ മതി. മാവൊക്കെ സെറ്റാക്കി വെച്ച് കഴിഞ്ഞാൽ കഴിക്കുന്ന സമയം ഏതാണോ ആ ഒരു സമയത്ത് നമുക്കിത് ഈസി ആയിട്ട് ചുട്ടെടുക്കാൻ പറ്റും. അപ്പോൾ ഞാൻ അതുകൊണ്ടാണ് കൂടുതലും ഈ ഒരു പാലപ്പം പ്രിഫർ ചെയ്യുന്നത് കേട്ടോ. സത്യം പറഞ്ഞാൽ എനിക്കും എൻ്റെ മക്കൾക്കും ഈ ഒരു പാലപ്പത്തിനോട് വലിയ ഇഷ്ടമൊന്നുമില്ല. പിന്നെ ഇതുപോലെ എളുപ്പത്തിന് ഉണ്ടാക്കി കൊടുക്കും, അപ്പോൾ മക്കൾ കഴിച്ചോളും, കുഴപ്പമൊന്നുമില്ല. പക്ഷെ നേരത്തെ മുതൽ എനിക്കും ഇതിനോട് ഇത്തിരി താല്പര്യക്കുറവാണ് കേട്ടോ. പക്ഷെ നല്ല അടിപൊളിയായിട്ട് നമുക്ക് ഉണ്ടാക്കിയെടുക്കാൻ പറ്റും കേട്ടോ. നമുക്ക് സിമ്പിളാണ്, അതൊന്നും വലിയ പ്രയാസമുള്ള പണിയല്ല, എളുപ്പമാണ്. ശരിക്കും നോമ്പിന് ഇതുപോലത്തേക്കാണ് ഓപ്ഷനാണ് നമ്മൾ തിരഞ്ഞെടുക്കുന്നതെങ്കിൽ അത് അടിപൊളി തന്നെയാണ്. നമ്മുടെ പണി തീർക്കാൻ ഭയങ്കര
ഈസി ആയിട്ട് ഫീൽ ചെയ്യും നമുക്ക്. പിന്നെ നോമ്പിൻ്റെ വിശേഷങ്ങൾ എന്താണ്? അപ്പം നോമ്പൊക്കെ അങ്ങനെ നടന്നുകൊണ്ടിരിക്കുന്നത്, അല്ലെ പെട്ടെന്ന് പെട്ടെന്നാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. ഇതിനിടക്ക് വീഡിയോസ് ഇടാനുള്ള ടൈം എനിക്ക് കിട്ടുന്നില്ല. ഞാനതിലേക്ക് അധികം കോൺസെൻട്രേറ്റ് കൊടുക്കാത്തത് കൊണ്ടാണ് കേട്ടോ. പിന്നെ വേറെന്താണ്, ഇത്രയൊക്കെ ഉള്ളൂ വിശേഷങ്ങൾ. പിന്നെ വേറെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ നിങ്ങൾ കമൻറ്റ് ചെയ്യുക. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാൻ മറക്കരുത്. താങ്ക് യു ഫോർ വാച്ചിങ് ഡിയേഴ്സ്. റമദാൻ കരീം.